യേശു കർത്താവ് ഒരിക്കൽ ഒരു ഉപമ പറഞ്ഞു. ഒരു പിതാവിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അതിലെ ഇളയ പുത്രൻ തൻ്റെ പിതാവിൻ്റെ സമ്പാദ്യമൊക്കെ വാങ്ങി തൻ്റെ ഇഷ്ടത്തിന് പിതാവിൻ്റെ അടുത്ത് നിന്ന് ദൂരേക്ക് യാത്രയായി. അവൻ്റെ വഴിയാത്രയിൽ അനേക സുഹൃത്ത് ബന്ധങ്ങളും അനേക ഇടപാടുകളും അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഒരിക്കൽ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ സമ്പാദ്യം അവന് നഷ്ടപ്പെട്ടു, അവൻ്റെ സുഹൃത്തുക്കൾ അവന് നഷ്ടപ്പെട്ടു, അവൻ ഒറ്റപ്പെടൽ അവൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ ചില ഒറ്റപ്പെടൽ, നമ്മുടെ ജീവിതത്തിലെ ചില നഷ്ടങ്ങൾ നമ്മളെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തും. അവൻ്റെ ജീവിതത്തിലെ നഷ്ടം, അവൻ്റെ ജീവിതത്തിലെ ഒറ്റപ്പെടൽ അവൻ്റെ അപ്പനെക്കുറിച്ചും അപ്പൻ്റെ ഭവനത്തെക്കുറിച്ചും അപ്പൻ്റെ സ്നേഹത്തെക്കുറിച്ചും അവനെ ഓർമ്മപ്പെടുത്തി. അവൻ ഹൃദയത്തിൽ ഒരു കാര്യം തീരുമാനിച്ചു: ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിച്ചെല്ലും. അവൻ മടങ്ങി അപ്പൻ്റെ അടുക്കിലേക്ക് ചെന്നപ്പോൾ തന്നെ കാത്തിരിക്കുന്ന ഒരു പിതാവിനെ അവിടെ കാണുവാൻ ഇടയായി. അവൻ അപ്പനോട് ചെന്ന് പറഞ്ഞു: അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു. നിന്റെ മകനെന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല. എന്നാൽ ആ അപ്പനെ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് തൻ്റെ ജീവിതത്തിൻ്റെ സമ്പാദ്യമൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് വന്ന ആ മകനെ ശകാരിക്കുകയല്ലായിരുന്നു ചെയ്തത്. തിരിച്ച് മാറോട് ചേർത്ത് പതിവിൽ അതിനെക്കാട്ടിലുപരിയായി അവനെ കെട്ടിപ്പിടിച്ച് അവനെ അവൻ്റെ അപ്പൻ്റെ സ്നേഹത്തിലേക്ക്, മകൻ്റെ സ്നേഹത്തിലേക്ക് ചേർത്ത് പിടിക്കുകയാണ് പലപ്പോഴും ചെയ്തത്. അതെ, ഈ പകൽക്കാലം നമുക്കൊരു മടങ്ങി വര ആവശ്യമുണ്ട്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയാം: നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ വീണ്ടും കൈക്കൊള്ളും. പലപ്പോഴും ഇതേപോലാണ്. അപ്പൻ്റെ ജീവിതത്തിൽ, അപ്പൻ്റെ സന്നിധിയിൽ നിന്ന് നമ്മൾ പല അനുഗ്രഹങ്ങളും പല വിടുതലും ഒക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് അപ്പനെ മറന്നുള്ള യാത്രയാണ്. എന്നാൽ വീണ്ടും ഒരു നഷ്ടമുണ്ടാവരുത്, വീണ്ടും ഒരു ഒറ്റപ്പെടൽ ഉണ്ടായിട്ടല്ല നമ്മൾ അപ്പനെ കുറിച്ച് ഓർക്കേണ്ടത്. നമ്മൾ അപ്പനുമായിട്ടൊരു റിലേഷൻ, അപ്പനിൽ നിന്ന് അനുഗ്രഹം മാത്രമല്ല, അപ്പനിൽ നിന്ന് നന്മ മാത്രമല്ല, ആ റിലേഷൻ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.